അപ്പോൾ ഇന്ന് എൻ്റെ ബിലാൽ മോനിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസമായി. പക്ഷേ അവൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 4 പെങ്ങന്മാരുണ്ടായിട്ട് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനക്കൊരു സന്തോഷമല്ലേ. പക്ഷേ അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അവസ്ഥ നോ മണി നോ ഹണി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ആ അവസ്ഥയായ കാരണം കൊണ്ട് അപ്പോൾ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പട്ടാമ്പി വന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇതാ എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ വന്ന് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എട്ടോണത്തേക്ക് ബസ് കയറിയിട്ടോ. അങ്ങനെ എട്ടോണത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എട്ടോണത്ത് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സന്തോഷത്തിലാണ്. പക്ഷെ അവനിപ്പോൾ വീട്ടിലില്ല. അവൻ പാലക്കാട്ടേക്ക് പോയിക്കുകയാണ്. നാളെ ഗൾഫിൽ പോവല്ലേ. അപ്പോൾ അവൻ ഷെഫ്നൂട്ടറുടെ വീട്ടിലേക്ക് അവനക്ക് വരുന്നുണ്ട്. ഇന്ന് കാലത്ത് പോയതാണ്. അവൻ്റെ ഷെഫ്നൂട്ടറുടെ വീട്ടിലും ഷെഫ്നൂട്ടറമ്മാൻ്റെ വീട്ടിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഇനി വൈകുന്നേരം ആവും. എന്തായാലും 5 മണി 6 മണിയൊക്കെ ആവുണ്ടാവും വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും. അപ്പോൾ ഒന്ന് വന്നിട്ട് കൊടുക്കാനുള്ളൊരു സന്തോഷത്തിൽ ഞാൻ വന്ന വഴിക്ക് പിന്നെ ഒന്ന് കിടന്നു കേട്ടോ. നല്ല ക്ഷീണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴത്തേനും മുബിയും ഷുക്കുമോനും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നാളെ അവർ വീട്ടിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് നാളെ വരാൻ പറ്റാത്ത കാരണം നാളെ ബിലാൽ മോൻ വൈകിട്ടല്ലേ പോണത്. അപ്പോൾ ഇന്ന് തന്നെ ആങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അനിയത്തിക്കുട്ടിയും അനിയനും കൂടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മണി ആവാറാകുമ്പോഴാണ് ബിലാൽ മോൻ പാലക്കാട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ. മോനെ ബിലാൽ മോനെ എനിക്കൊരു ഒരു കാര്യമുണ്ട്. ഒന്ന് അവിടെ പോയിരിക്ക്. അവിടെ പോയിരിക്ക്. സിറ്റ് ഔട്ട്. പാലക്കാടൊക്കെ പോയി വന്ന സന്തോഷത്തിലാണ് അല്ലേ. ക്ഷീണം ഉണ്ടോ? യാത്ര ക്ഷീണം. ഒന്ന് റെസ്റ്റ് എടുക്ക്. അത് സാധനം തരണ്ട. 1 മിനിറ്റ്. തുറന്നു നോക്കൂ. റഷീദാലി ഞാൻ വന്നിട്ടില്ല. അതില്ല. അത് ഞാൻ ബസ്സിനോട് തന്നെ ബാക്കിയാണ്. അടുക്കരുത്. അത് ഞാൻ അറിയാതെ ഇട്ടതാ. അതെടുക്കരുത്. അതിലിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നാളെ ബസ്സിന് പോലുള്ള കാശാണത്. ഇങ്ങനെ പൊട്ടിക്കൊന്നും ഞാനും വിചാരിച്ചില്ല. ഞാനിത് ഇതായിട്ട് പൊതിഞ്ഞാലേ പറഞ്ഞുള്ളൂ. ഡയമണ്ടോ സൈസ് വലുതല്ലോ. വല്യാത്തയുടെ സ്നേഹം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് ഒരു ടീഷർട്ടിന്റെ അവിടെ വന്നു. ഇപ്രാവശ്യം ഗൾഫിൽ പോകുമ്പോ വല്യാത്തന്റെ വക 2 ടീഷർട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടീഷർട്ട് ആയിരുന്നു. ഇപ്രാവശ്യം 2 ടീഷർട്ട് ഉണ്ട്. അടുത്ത പ്രാവശ്യം 3 തരാൻ അതുപോലെ തന്നെ തിരിച്ചെനിക്കും ഇട്ടിട്ട് കാണിച്ചു ഷർട്ട് പറ്റില്ല. അതല്ല അത് ക്യാമറയിൽ കാണിക്കുക. ഫോട്ടോ അയച്ചാൽ അപ്പൊ ഈ ഇൻസ്റ്റയിൽ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷമായി. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് മുബിയും ഷുക്കുമോനും കൂടി പോകാനിട്ടാ. 10:45 11 മണിയൊക്കെ ആവാറായി അവർ പോകുമ്പോൾ. മുബിക്ക് പോകുമ്പോൾ ഒരു ഇടങ്ങറൊക്കെ ഉണ്ട്. എന്നാലും അവളും ഷുക്കുമോനും കൂടി പോകാനിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചൂട്ടുകൊടുക്കാൻ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ചൂടാറിയിട്ട് വേണം പിന്നെ പാക്കറ്റിലാക്കാൻ. ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു വട്ടുപത്തിരിയും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കിയതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കുന്ന തിരക്കിലാണ് കൊച്ചുമോള്. അതിൻ്റെ ഇടയിൽ മുർഷിമോള് ഒരു വീഡിയോ ഒക്കെ വിട്ടു തന്നിട്ട് ഐഷു ബേബിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള സെക്കിനാത്ത കൊടുത്ത ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ ഒക്കെ വിട്ടു കേട്ടോ. ആ വീഡിയോ ആണിത്. ഐഷുട്ടി ഇങ്ങനെ ഇരുന്ന് ആടണത്. മുർഷിമോൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾക്ക് അക്യുപഞ്ചറിൻ്റെ എന്തോ ക്ലാസ് ഉണ്ട് എടുക്കാണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ ഉച്ചക്ക് എത്തിയിട്ടോ. അളിയനോട് വരാൻ അളിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ഇനി പോകുമ്പോൾ ഇക്കാനാണ് ഏൽപ്പിക്കണത്. മാഷാ അല്ലാ. അപ്പോൾ ബൈക്കിൻ്റെ കാര്യങ്ങളും ബുക്കും പേപ്പറിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ അളിയൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ.
ഈ സ്വിച്ചാണ് ഇതിൻ്റെ ട്രിപ്പ് വണ്ണ്. മറ്റേ പിന്നെ അവൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ, പോകുമ്പോഴുള്ള ഡ്രസ്സും. പിന്നെ അണ്ടിപ്പുട്ട് ഇത് പാലക്കാട്ടിൽ നിന്ന് അവൻ്റെ ഉമ്മമ്മ ഷെഫ്നൂട്ടർ ഉമ്മമ്മ കൊടുത്തയച്ചാണേ. ബിലാൽ മോൻ ഇക്കാനോട് വണ്ടി ഒന്നും ഓടിച്ചിട്ട് വായ അളിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര സന്തോഷം, ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ബുള്ളറ്റ്. ബുള്ളറ്റ് കണ്ടപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ ആ ചിറ വരെ ഒന്ന് പോയിട്ട് ഓടിച്ചിട്ട് വായോന്ന് പറഞ്ഞിട്ട് ബിലാൽ മോൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങനെ ഇക്കാ പോയി വന്നു. അപ്പോൾ ഇക്കാ വന്ന വണ്ടിയുടെ മുകളിൽ ഓനെ ഞാൻ ഇട്ടോണം വരെ ഒന്ന് പോയിട്ട് വരാം. ഇതല്ലേ അതിൻ്റെ ഇടയിൽ ഇവിടെ ചക്കൊക്കെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പാക്ക് ചക്ക വറുത്തും കൊടുത്തായിക്കുണ്ട്. മുബി വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ ചക്ക. അവരോട് ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ചക്ക വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുമ്പോൾ. അപ്പോൾ ചക്ക വറുത്തിട്ട് അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അളിയനും അളിയനും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ബാക്കി വെട്ടി കെട്ടാളതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ആ ചക്ക വറുത്തതും പിന്നെ പലഹാരവും ഇറച്ചി അതൊക്കെ ചൂടാറിയിട്ടുള്ളതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ. കടലാസും പെട്ടിയിൽ വെക്കാണ്ട് വെച്ചിട്ട് കടലാസും പെട്ടി കൊടുന്ന് വെച്ചു. പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ ബാഗിലും ഒക്കെ റെഡി ആക്കിയിട്ട് വെച്ചു. കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു ബാഗിലൊക്കെ അവൻ സെറ്റാക്കിയിട്ട് എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ദുആ ചെയ്തു. പിന്നെ കുറച്ച് നേരം മളിയനൊക്കെ സംസാരിച്ചിരുന്ന് കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന്. പിന്നെ വഹാബ് ഇപ്പോൾ വരും കേട്ടോ. വഹാബ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവ ഇപ്പോൾ വരും. അങ്ങനെ അവരിറങ്ങിയതിന് ശേഷം ഇനി ഇക്കായും പോവാണ് കേട്ടോ. വണ്ടിയിട്ട് ഇനി ഇക്കായും പോവാണ്. എൻ്റെ ഉപ്പാൻ്റെ ഭയങ്കര ആഗ്രഹം എൻ്റെ അക്ക ബുള്ളറ്റ് ഓടിച്ച് കാണാൻ. അപ്പം ഇങ്ങനെ വിളിച്ച് ചോദിച്ചിരുന്നു റഷീദ് ബുള്ളറ്റ് വന്ന് കൊണ്ടുപോയോ എന്താ ഉണ്ടായി എന്നൊക്കെ. വലൈക്കും അസ്സലാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.